Hello friends, today we are discussing about banking system in India and Indian banking structure. Banking system in India. Modern banking in India originated in the last decade of the 18th century. 18th centuryയിലാണ് modern banking ഇന്ത്യയിൽ originate ചെയ്യുന്നത്. Among the first bank was the Bank of Hindustan. First bank എന്നറിയപ്പെടുന്ന Bank of Hindustan, which was established in 1770 and liquidated in 1829. And also the General Bank of India established in 1786 but failed in 1791. The largest and oldest bank which is still in existence is the SBI. SBI ആണ് ഇപ്പോഴും നിലനിൽക്കുന്ന largest and oldest bank. It originated and started working as the Bank of Calcutta. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതിനെ ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇൻ ജൂൺ 1806. In 1809 it was renamed as the Bank of Bengal. 1809 ഇതിനെ റിനെയിം ചെയ്തത് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാണ്. which upon India's independence became the State Bank of India in 1955. After the independence ഇതിനെ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടു. 1969 the Indian government nationalized 14 major private banks under the control of Indira Gandhi. One of the big banks was Bank of India. The Indian banking sector is broadly classified into scheduled and non-scheduled bank. The scheduled banks are further classified into nationalized bank, regional bank, foreign bank, other Indian private sector bank. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മളിവിടെ ടൈപ്സ് ഓഫ് ബാങ്ക് ഇവിടെ ഒരു ടാബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആർ ബി ഐനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് അൺഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്കിനെ അഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിനെ നമ്മൾ രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്ത് അഗെയിൻ അത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും. കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമ്മൾ 4 ടൈപ്സ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്കിനെ അഗെയിൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് SBI ആൻഡ് അസോസിയേറ്റ് ബാങ്ക്, അതർ നാഷണലൈസ്ഡ് ബാങ്ക്, അതർ പബ്ലിക് സെക്ടർ ബാങ്ക്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ ഓൾഡ് ബാങ്ക്, ന്യൂ ബാങ്ക്. RBIനെ നമ്മൾ അപെക്സ് ബാങ്ക് എന്നും പറയും. RBI ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. RBIനെ നമ്മൾ സെൻട്രൽ ബാങ്ക് എന്നും പറയും. അതുപോലെ തന്നെ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്ക് അറ്റ് ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വിച്ച് വാസ് uses monetary policy to create financial stability in India and it charged with the regulatory of the country currency and credit. ഇത് നമ്മളുടെ കൺട്രിയിലെ ക്രെഡിറ്റ് കറൻസിയൊക്കെ റെഗുലേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം നമ്മൾ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ RBI ആണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക്? ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദോസ് ബാങ്ക് വിച്ച് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ആക്ട് 1934. ഇന്ത്യൻ അതായത് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1935 ബട്ട് റിസർവ് ബാങ്കിൻ്റെ ആക്ട് പാസ്സാക്കിയത് 1934. അപ്പോൾ ഈ 1934 ഒരു സെക്ഷൻസ് 2E സെക്ഷൻ 2E എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷന് വന്നിട്ടുണ്ട്. ആ സെക്ഷൻ്റെ ബേസിൽ ഫങ്ഷൻ ചെയ്യുന്ന ബാങ്കിനെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയപ്പെടുന്നത്. ഇനി അൺഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദോസ് വിച്ച് ആർ നോട്ട് ലിസ്റ്റഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദി RBI ആക്ട്. അതായത് RBI ആക്ട് 1934 വരാത്ത ഷെഡ്യൂളാണ് അൺഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. RBI ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാത്ത ബാങ്കാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന്. അതിന് റിസർവ് ക്യാപിറ്റൽ ലെസ് ദാൻ 5 lakh ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇറ്റ് റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ഓഫേഴ്സ് ചെക്കിംഗ് അക്കൗണ്ട് സർവീസസ്, മേക്സ് വേരിയസ് ലോൺസ്, സേവിങ് അക്കൗണ്ട് എക്സെട്ര. നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ്ലി ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കും അതുപോലെ തന്നെ പ്രോഫിറ്റിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക്. ഇറ്റ് ഈസ് എ ബാങ്ക് വിച്ച് ഗവൺമെൻറ് ഹോൾഡ് എ മേജർ പോർഷൻ ഓഫ് ദി ഷെയർസ്. അതായത് ഗവൺമെൻറ്റിന് മോർ ദാൻ 50% ഷെയറുള്ള ബാങ്കാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഇറ്റ് ഈസ് എ ബാങ്ക് വെർ ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദി സ്റ്റേക്ക് ഓർ ഇക്വിറ്റി ആർ ഹെൽഡ് ബൈ ദി പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് നോട്ട് ബൈ ദി ഗവൺമെൻറ്. പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിനാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ കൂടുതൽ ഷെയർസ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ്
SBI and Associate Bank, foreign bank ആണ്. It refers to any United States operations of a banking organization headquartered outside of the US. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ക്യാഷ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളുടെ ഔട്ട്സൈഡ് ഓഫ് ദി കൺട്രീൻ്റെ പുറത്ത് എന്തായിരിക്കണം, ഫോറിൻ ബാങ്ക് എന്ന് അറിയപ്പെടണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്യാഷിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാങ്ക് കൂടിയാണ് ഫോറിൻ ബാങ്ക്. ഇതിന് എക്സാമ്പിളാണ് വിറ്റി ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, DBS ബാങ്ക്, HSBC ഇന്ത്യ എക്സെട്ര. ഇനി നെക്സ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്. RRBS പ്ലേസ് എ പിവോട്ട് റോൾ ഇൻ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി റൂറൽ ഇന്ത്യ. അതായത് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത ഒരു ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. The main goal of establishing regional rural bank in India was to provide credit to the rural people who are not economically strong enough, especially the small and marginal farms, artisans. അതായത് ഈ ബാങ്കിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ക്രെഡിറ്റ്, റൂറൽ പീപ്പിൾസിന് ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് SBI ആൻഡ് അസോസിയേറ്റ് ബാങ്ക്. It is a nationalized bank owned by the Government of India since its merger in 2017. SBI has become the largest bank in India. There are 5 associate banks of SBI. SBI എന്ന് പറഞ്ഞ ഒരു നാഷണലൈസ്ഡ് ഗവൺമെൻറ് ബാങ്കാണ്. The next one, other nationalized bank. It refers to the private asset being transferred to the public sector. നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് 14 ബാങ്ക്സ് നാഷണലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടർ ആക്കിയിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ കുറച്ച് ഓൺ ചെയ്യുന്നത് ആരാണ്, ബൈ ദി സ്റ്റേറ്റ് ആണ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദി നാഷണലൈസ്ഡ് ബാങ്കും പബ്ലിക് സെക്ടറും. പബ്ലിക് സെക്ടർ ബാങ്കും നാഷണലൈസ്ഡ് ബാങ്കും എന്താണ്, സെയിം ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ അതിൽ എക്സാമ്പിളാണ് ആന്ധ്ര ബാങ്ക്, അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഇത് അതർ പബ്ലിക് സെക്ടർ ബാങ്ക്. അതർ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു നാഷണലൈസ്ഡ് ബാങ്ക്, പബ്ലിക് സെക്ടർ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഷെയർസാണ് ഇവിടെ മേജർ പോർഷനായിട്ട് ഉണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഓൾഡ് ബാങ്ക്. ഇറ്റ് ഈസ് എ ബാങ്ക് വിച്ച് ട്രാൻസ്ഫർ ഇറ്റ്സ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അണ്ടർ ദി കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ്ലിയോ അല്ലെങ്കിൽ പാർഷ്യലിയോ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ബാങ്കാണ് ഓൾഡ് ബാങ്ക്. അതുപോലെ തന്നെയാണ് ന്യൂ ബാങ്കും. ഇറ്റ് ഈസ് എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു വിച്ച് എ ബാങ്ക് സീക്സ് ടു ട്രാൻസ്ഫർ ഓൾ ഓർ പാർട്ട് ഓഫ് സച്ച് ബാങ്ക്സ് റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ ഹിയർ അണ്ടർ. Next one, cooperative bank. Cooperative banking is retail and commercial banking organized on a cooperative basis. Cooperative banking institutions take deposit and lend money in most part of the world. Cooperative bank എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ രൂപീകരണം കൊണ്ട് സ്റ്റാർട്ടപ്പ് ആയ ബാങ്കാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഒരു RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു ബാങ്കാണ് നാഷണലൈസ്ഡ് ബാങ്ക്. ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സംഘടനകളുടെ കീഴിൽ ഡെവലപ്പായി വരുന്ന ബാങ്കാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് എന്ന് പറയുന്നത്. അതിൽ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇറ്റ് ഈസ് എ ഫെഡറേഷൻ ഓഫ് ദി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ആക്ട് ആസ് കസ്റ്റോഡിയൻ ഓഫ് ദി കോപ്പറേറ്റീവ് ബാങ്ക് സ്ട്രക്ചർ ഇൻ ദി സ്റ്റേറ്റ്. അതായത് RBI എന്ന് പറയുന്ന ക്യാഷിൻ്റെ കസ്റ്റോഡിയനാണ്. ഇവിടെ സ്റ്റേറ്റിൽ ബാങ്കിങ് സ്ട്രക്ചർ, കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഇറ്റ് ഫണ്ട്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദി സോഷ്യൽ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്, ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഫണ്ട്സ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഡെപ്പോസിറ്റ്, ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ് ഇതൊക്കെയാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു പ്രൈവറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലൊക്കേറ്റഡ് ഇൻ ടു അർബൻ ആൻഡ് സെമി അർബൻ ഏരിയാസ്. ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്, അർബനും അതുപോലെ തന്നെ സെമി അർബൻ ഏരിയാസിലാണ്. ദീസ് ബാങ്ക്സ് വർ ട്രഡീഷണലി സെൻറ്റേർഡ് അറൗണ്ട് കമ്മ്യൂണിറ്റി, ലൊക്കാലിറ്റീസ്, വർക്ക് പ്ലേസ് ഗ്രൂപ്പ്സ്. They essentially lend to small borrowers and business. Thank you.